ടെസ്റ്റ് പെൻഡിങ് ആയിട്ട് വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല. പാലത്തിനടിച്ച് തന്നെ നടക്കുക. AB മോഡല് ജസ്റ്റ് തുറന്നപ്പോൾ കാണിച്ചു. ചെറിയ പണിയൊക്കെ ഉള്ളു. ഇപ്പോൾ പൊലിഞ്ഞൊക്കെ ഇരിക്കുന്നത്, എല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് കച്ചവടം. ഗ്ലാസ് ഇല്ല ഫ്രണ്ട്, ബാക്കിൽ ഗ്ലാസ് ഇല്ല. ഗ്ലാസ് അകത്ത് തന്നെ കിടക്കുവാണ്. അതൊക്കെ ചെറിയ പോരാ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് മാറാവുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ വണ്ടീൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ കൂടായിട്ട് ഇടുന്നില്ല. നമ്മുടെ അടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഇടാം. ആരെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ബന്ധപ്പെടുക കേട്ടോ. വണ്ടി ടെസ്റ്റ് പെൻഡിങ് കിടക്കുന്ന വണ്ടിയാണ്. വീണ്ടും വന്നിട്ടുണ്ട്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. 11:30 ആയപ്പോഴാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാകുന്നത്. രാവിലെ കുറച്ച് ഓട്ടങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ ഓടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എന്തായാലും വിശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡ്, അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങാം. അപ്പോൾ എന്തായാലും സെക്കൻഡ് വണ്ടിയാണ് അവിടെ നിൽക്കുവാണ്. ഫസ്റ്റ് വണ്ടിക്കാരൻ ഷാജിക്കാന്ന് പറയുന്ന നിൽക്കുകയാണ്, അപ്പോൾ ഓട്ടോറിക്ഷ. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്കുള്ള ഓട്ടം വരട്ടെ, അതിൽ വെയിറ്റ് ചെയ്യാം. ടേണാണ്, അതായത് ഫസ്റ്റ് വണ്ടി ആരാണോ അവർ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പോവാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് വണ്ടി പോട്ടെ, എന്നിട്ട് വേണം എനിക്ക് പോകാൻ. ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം, ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ ചെയ്തു. ഓക്കെ, എടുത്തുകൊണ്ട് നിന്നപ്പോഴും കാര്യം ഓർത്തു. ആ കാണുന്ന കുട്ടി ഡീസലുണ്ട്, ആ കാണുന്ന ആ കുട്ടി ഡീസൽ കൊടുക്കാനുള്ള കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് പെൻഡിങ് ആയി കിടക്കുവാണ്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ആ വണ്ടിക്ക്. കുട്ടി ഡീസലാണ്. ആരെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നാണ്. നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അറിയാലോ RSIV നാസിബ്, അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. ആ വണ്ടി കൊടുക്കാനുള്ള വണ്ടിയാണ്. ടെസ്റ്റ് നടത്തി തരാമെന്നാണ്ട് പറയുന്നത് കേട്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല വണ്ടിയാണ്. കുറച്ച് പാച്ച് വർക്കായിട്ട് ചെറിയൊരു പാച്ച് വർക്കേ ഉള്ളൂ. പെയിൻ്റ് അടിച്ച് അത് കഴിഞ്ഞ്, പേപ്പർ വർക്കെല്ലാം ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. ആ കിടക്കുന്ന കുട്ടി ഡീസൽ കുറച്ചും കൂടെ അടുത്ത് വന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ ടെസ്റ്റ് പെൻഡിങ് ആയിട്ട് വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല. പാലത്തിനടിച്ച് തന്നെ നടക്കുക. AB മോഡല് ജസ്റ്റ് തുറന്നപ്പോൾ കാണിച്ചു. ചെറിയ പണിയൊക്കെ ഉള്ളു. ഇപ്പോൾ പൊലിഞ്ഞൊക്കെ ഇരിക്കുന്നത്, എല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് കച്ചവടം. ഗ്ലാസ് ഇല്ല ഫ്രണ്ട്, ബാക്കിൽ ഗ്ലാസ് ഇല്ല. ഗ്ലാസ് അകത്ത് തന്നെ കിടക്കുവാണ്. അതൊക്കെ ചെറിയ പോരാ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് മാറാവുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ വണ്ടീൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ കൂടായിട്ട് ഇടുന്നില്ല. നമ്മുടെ അടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഇടാം. ആരെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ബന്ധപ്പെടുക കേട്ടോ. വണ്ടി ടെസ്റ്റ് പെൻഡിങ് കിടക്കുന്ന വണ്ടിയാണ്. കുട്ടി ഡീസലിന് ആവശ്യക്കാരുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി പാച്ച് വർക്കിന് ഇപ്പോൾ ഒരു 1200 രൂപ മുടക്കി കഴിഞ്ഞാൽ അത്ര രൂപയുടെ പണി ഉണ്ടാകുന്ന അറിയത്തില്ല. പെയിൻറ്റിങ് ഒരു 3500-3000 രൂപ കൂട്ടാം. എന്നാലും 4000 രൂപ 5 രൂപ താഴെ വരത്തുള്ളൂ. ഏകദേശം 5 രൂപ വരത്തില്ല മൊത്തത്തിൽ ആ വണ്ടി പണിയാൻ വേണ്ടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് വണ്ടിക്ക് ഓട്ടം വരുന്നുണ്ട് ഇവിടുന്ന് ട്രാക്കിൻ്റെ അപ്പുറത്തുനിന്ന്. അത് 2 വണ്ടിക്കുള്ളതാണോ അറിയില്ല. വണ്ടി വിളിച്ച്. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കട്ടെ. ഇനി അടുത്ത ഫസ്റ്റ് ആകുമ്പോൾ വണ്ടിയിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയെന്ന് ഓട്ടം നോക്കണം. പുറത്തിറങ്ങി ഓട്ടം നോക്കാം. ഓക്കെ, എന്തായി ഓട്ടം വിളിച്ചാലേ? ഞാൻ കണ്ടവർ വരുന്നത്, അവിടെ നിന്ന് വരുന്നത്. ആയിരിക്കും. അതെ, നടക്കാൻ ബുദ്ധിമുട്ടാണ്ടായിരിക്കും. അതായത് അവർക്ക് ഇങ്ങോട്ട് തന്നെ പോയി, ഈ ഏരിയയിൽ തന്നെ പോകേണ്ടതാണ്. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓട്ടം അങ്ങോട്ട് വിളിച്ചത്. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ റാമിൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം കിട്ടിയതെന്ന് പറഞ്ഞാൽ കൃഷ്ണാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓട്ടം കിട്ടിയത്. അവിടെ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പോയപ്പോൾ തന്നെ അവിടുന്ന് ഒരു അപ്പാപ്പൻ ഒരു ഇടവഴിയിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അവിടുന്ന് സഹൃദയ ഹോസ്പിറ്റലുണ്ടല്ലോ, അമ്മച്ചിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചെറിയ വണ്ടിയെ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ആ അമ്മച്ചിയെ കൊണ്ട് സഹൃദയ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ആളെ ഇറക്കിയിട്ട് ഇപ്പം നേരെ മുല്ലയ്ക്ക് ടൗണിലോട്ട് കയറുന്നു വണ്ടിയായിട്ട്. നോക്കട്ടെ, ഇനി മുല്ലയ്ക്ക് ടൗണിൽ നിന്ന് ഓട്ടം കിട്ടും. നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ടേൺ എഴുതാം. ടേൺ മഴയായതുകൊണ്ട് ടേൺ ബുക്ക് നനഞ്ഞു പോയി, അത് ടേൺ എഴുത്തില്ല. നമ്മുടെ സ്ഥിരം കാണുന്ന വണ്ടികളൊക്കെ തന്നെയാണുള്ളത്. നമുക്കിനി കുറച്ച് നേരം ഇവിടെ സെക്യൂറായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കാം. പിന്നെ ഓട്ടം എന്തായാലും വരട്ടെ. ഫസ്റ്റ് ആരാ?
ഇന്നത്തെ ഓട്ടത്തിൻ്റെ കടപ്പ് എങ്ങനെ ഉണ്ടോ? മടുപ്പാണല്ലേ. എനിക്കും വലിയ കയ്യും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 2-3 ഓട്ടം ഓടി. രാവിലെ കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്ത് സ്റ്റാർട്ടായപ്പോൾ ഓട്ടം മടുപ്പായതുപോലെ. ഓട്ടം ഭയങ്കര ഇഷ്ടമല്ലേ? ആ തൻ്റെ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണോ ഇപ്പം? ആ ഓടുന്നുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ കിടക്കുവാണ്. ആരെങ്കിലൊക്കെ ഓട്ടം വരും എന്നുള്ള പ്രതീക്ഷയില്ല. ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 2 വണ്ടി പോയി. ഇനിയിപ്പം ഞാൻ 1, 2, 3, 4ാമത്തെ വണ്ടി. ഒന്ന് മഹീന്ദ്രേൻ്റെ വണ്ടി, ഷൈജുവിൻ്റെ വണ്ടി, പിന്നെ കിടക്കുന്നത് ആരാണ്? തൗഫീഖിൻ്റെ CNG വണ്ടി. 2 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ആ 2 വണ്ടിയും കൂടെ പോയാൽ നമുക്ക് ഇൻ്റർവ്യൂ കയറ്റിയിടാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. നമുക്കതിന് മുമ്പ് സക്കീറിൻ്റെ വണ്ടീൻ്റെ വിശേഷം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സക്കീറിൻ്റെ വണ്ടീൻ്റെ വീഡിയോ. ഈ വണ്ടീൻ്റെ വിശേഷം ഞാൻ കാണിച്ചിട്ടുണ്ടോ? CNG ഇസാക്കിൻ്റെ കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ കാണിച്ചിട്ടുണ്ടോ? അതറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓട്ടം വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആൾക്കാർ വരട്ടെ എന്ന് ചോദിക്കാം. ബീച്ചിൽ ആൾ കുറവാണ്, വളരെ കുറവാണ്. ഞാൻ അടുത്തേക്ക് വരുന്നുണ്ട് CNG. നമ്മളിവിടെ കൂടുതലും ബീച്ച് സ്റ്റാൻഡിൽ കൂടുതലും വലിയ വണ്ടികൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറിയ വണ്ടിയായിട്ട്. എൻ്റെ വണ്ടീൻ്റെ കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ ഏകദേശം ഒരിതിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എൻ്റെ ബീച്ചിൽ കാണാവോ എന്നറിയത്തില്ല. നോക്കട്ടെ. ഓക്കെ. എന്താ മണ്ണിലൊക്കെ ആൾ കുറവാണ്. ആളില്ല അവിടെ നിന്ന്. വെയിറ്റ് ചെയ്ത് നിൽക്കാം. ആരെങ്കിലൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ബീച്ച് സ്റ്റാൻഡിൽ നിന്ന് അവിടെ കിടന്നപ്പോൾ കിട്ടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ഒരു ഓട്ടം കിട്ടി. KSRTC സ്റ്റാൻഡ്. അവിടെ നിന്ന് ആളെ ഇറക്കി വളച്ചപ്പോൾ തന്നെ വീണ്ടും ബീച്ചിലോട്ട്. പക്ഷെ നമുക്ക് ആളെ എടുക്കാൻ പറ്റത്തില്ല. അവിടെ ഓൾറെഡി ഓട്ടോ സ്റ്റാൻഡ് ഉള്ളതാണ്. സ്റ്റാൻഡ് പരിധിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവിടെ എടുത്തതുമില്ല. നമുക്ക് നേരെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വരട്ടെ ഓട്ടം എന്തായാലും. ഓക്കെ. കളക്ടറേറ്റ് അങ്ങോട്ട് ഒരു ചെറിയൊരു ഓട്ടം കിട്ടിയായിരുന്നു വരുന്ന വഴി തന്നെ. അവിടുന്ന് ഡ്രൈവർ സ്റ്റേഷൻ പോക്കുവരവ് കിട്ടി ഓട്ടം. ഒരു 60 രൂപയുടെ ഓട്ടമായിരുന്നു. ഇപ്പോൾ നമ്മുടെ അണ്ടർ പാസേജ് കയറി നമ്മുടെ ബീച്ച് സ്റ്റാൻഡ് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി കിടക്കാം. ഇതിലൊരു ചെറിയ ഓട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും അങ്ങോട്ട് പോകാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. അത് സ്റ്റാൻഡിൽ വന്നിട്ട് എന്തായാലും പറയാം. ഇപ്പം നമ്മുടെ ബീച്ച് സ്റ്റാൻഡിന് അങ്ങോട്ട് പോയി വണ്ടി ഇടാൻ നിന്നില്ല. അവിടെ ഒരുപാട് വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയി. അപ്പോൾ ഞാൻ അവസാനം ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഓടാന്നുള്ള ധാരണയിലാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ മതി. അവിടെ കിടന്നു പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കലും നടക്കത്തില്ല. വെറുതെ കിടന്നു വിശപ്പ് ആയിട്ട് വെറുതെ കിടന്നു പോകും. നേരെ നമുക്കിനി വീട്ടിലോട്ട് ലക്ഷ്യം വെച്ച് പോവാം. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ പെങ്ങളുടെ വെച്ച് ഇടയ്ക്ക് വിളിച്ചായിരുന്നു. അവൾക്ക് വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട് പെങ്ങളുടെ വെച്ച്. അപ്പോൾ അവൾക്കുള്ള ഡയറി മിൽക്ക് വേണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ഡയറി മിൽക്ക് ഇവിടെ മേടിച്ചിട്ടാണ് പോകുന്നത്. കേട്ടോ, പോക്കറ്റ് ഇരിക്കുന്നുണ്ട് ഡയറി മിൽക്ക്. അവളുടെ ഡയറി മിൽക്കാണ്. ഇതിപ്പോൾ അവിടെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു പീസ് എനിക്ക് തരത്തില്ല, മേടിച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് തരത്തില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയത്തെ പോലെ തന്നെ നമ്മുടെ പിള്ളേർ ക്രിക്കറ്റ് കളി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാം നടക്കട്ടെ. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണ് വഴി ഇപ്പം പിന്നെയെങ്കിലും ഇങ്ങനെ കിടക്കുന്നത്. മഴയുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ദയനീയ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ അടിച്ചിട്ട് പൊതയാതെ എടുക്കണം വണ്ടി. അയ്യോ, അങ്ങനെ ഒടുവിൽ നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് വഴി എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ എൻ്റെ ഈ ഓട്ടോറിക്ഷ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഈ ഓട്ടോൻ്റെ ലാസ്റ്റ് ചിലപ്പോൾ വീഡിയോ ആയിരിക്കാം. ചിലപ്പോൾ ഇനിയും ഒരു വീഡിയോ കൂടെ അങ്ങേയറ്റം ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ കിട്ടും. ഈ ഓട്ടോൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാട് കാണത്തില്ല. വണ്ടി ഏകദേശം കച്ചവടമായിരിക്കുവാണ്. ഇതിനുമ്പോൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളെ മറ്റന്നാളായിട്ട് വണ്ടി കൈമാറ്റം ചെയ്യും. അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് വിശേഷമൊന്നും പറയുന്നില്ല. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 8-9 മിനിറ്റോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കൂടുതൽ ഓട്ടവും കാര്യങ്ങളും അങ്ങനെ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഒന്നും പറഞ്ഞൊന്നുള്ള വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവുന്നതാണ്. ഓട്ടോറിക്ഷ വിശേഷമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഓക്കെ.